എൻ്റെ പേര് ബ്ലെസ്സി ബാബു. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് 2024 ജനുവരി 12-നാണ്. ഞാൻ കൃപാസനം ഉടമ്പടി എന്നൊക്കെ ആദ്യമായി കേൾക്കുന്നത് എൻ്റെ കസിൻ ചേച്ചി വഴിയാണ്. ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ +2 കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോയി. A1 A2 B1 B2 എത്തിയപ്പോൾ എൻ്റെ ഹോസ്റ്റലിൽ തന്നെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത ഒരു കൂട്ടുകാരിയെ പരിചയപ്പെട്ടു. അവൾ ഹിന്ദു വിശ്വാസിയായിരുന്നു, ഞാൻ ക്രിസ്ത്യൻ വിശ്വാസി. അവൾ ഉടമ്പടി എടുക്കുന്നു. രാവിലെ എഴുന്നേറ്റ് 5:30 മുട്ടിന്മേൽ നിന്ന് കൈയും വിരിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. വൈകുന്നേരം അതേപോലെ പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യ വിശ്വാസിയായി ഞാൻ എന്ത് ചെയ്യുന്നു എനിക്കൊരു തോന്നലുണ്ടായി. ഞാൻ B2 ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ജർമ്മൻ ലാംഗ്വേജിന് എക്സാം എഴുതാൻ ഡേറ്റ് എടുക്കാൻ എൻ്റെ റൂമിൽ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ആ 4 പേരും ഏജൻറ്റിനെ എക്സാം ഡേറ്റ് എടുക്കാൻ വേണ്ടി കൊടുത്തു. അവർക്ക് 3 പേർക്കും ഡേറ്റ് കിട്ടി, എനിക്ക് കിട്ടുന്നില്ല. ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ ഇവിടെ കൃപാസനത്തിൽ 2024 ജനുവരി 12-ന് ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, എനിക്ക് ജയ്പൂർ ഫെബ്രുവരി 9-ന് എക്സാം എഴുതാൻ ഡേറ്റ് കിട്ടി. ജയ്പൂർ ഫസ്റ്റാണ് അവിടെ എക്സാം നടക്കുന്നത്. അവിടെ പാസിംഗ് റേറ്റിനെ കുറിച്ച് ഒന്നും എനിക്കറിയില്ല, ആരും അവിടെ എഴുതിയിട്ടുമില്ല. അങ്ങനെ ഫെബ്രുവരി 9-ന് എക്സാം എഴുതാൻ പോയി. 4 മൊഡ്യൂളാണ് എക്സാം എഴുതാൻ പോയത്. 2 മൊഡ്യൂൾ പാസ്സായി. എക്സാം എഴുതാൻ പോയപ്പോൾ ഉടമ്പടിയിലെ വിശ്വാസ പ്രമാണം ചൊല്ലിയും തൈലം വെച്ച് പ്രാർത്ഥിച്ചും ഉടമ്പടി ഉപ്പും വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടാണ് എക്സാം എഴുതാൻ പോയത്. അങ്ങനെ 2 മൊഡ്യൂൾ പാസ്സായി. അങ്ങനെ 2 മൊഡ്യൂൾ പാസ്സായപ്പം എല്ലാവർക്കും ആദ്യം അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ആർക്കും അങ്ങനെ കിട്ടിയില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ എഴുതിയവർക്കും കിട്ടിയില്ല, എനിക്കാണ് കിട്ടിയത്. അപ്പം ഞാൻ വലിയ രീതിയിൽ എക്സാം എഴുതിയപ്പോൾ പാസ്സായപ്പോൾ ഉടമ്പടിയിൽ നിന്നൊക്കെ കുറച്ച് പുറകിലോട്ടായി. പഴയ രീതിയിൽ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയോ അങ്ങനെ അതിലേക്ക് വീണ്ടും പോവുകയൊന്നും ചെയ്തില്ല. വീണ്ടും എക്സാം എഴുതി, കുറേ എക്സാം എഴുതുന്നു, പാസ്സാവുന്നില്ല. വീണ്ടും അമ്മ മാതാവിനോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയായിരിക്കും എനിക്ക് അങ്ങനെ ഒന്നും തരാനത്. പിന്നെ വീണ്ടും ഞാൻ എക്സാം എഴുതാൻ പോയി. ഹൈദരാബാദ് എക്സാം എഴുതാൻ പോയി. 2 മൊഡ്യൂൾ വെച്ച് എഴുതാൻ പോയി. 1 മൊഡ്യൂൾ പാസ്സായി. അങ്ങനെ 3 മൊഡ്യൂളായപ്പോൾ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ അച്ഛൻ ത്രൂ ആയിട്ട് 3 മൊഡ്യൂൾ കിട്ടിയപ്പോൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞിരുന്നു, ഇത് 4 മൊഡ്യൂൾ ഉണ്ടെങ്കിലേ പോകാൻ പറ്റൂ +C എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 3 മൊഡ്യൂൾ വെച്ച് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി. അവിടുന്ന് കോൺട്രാക്റ്റും ഒക്കെ വന്നു. വിസയ്ക്ക് വെക്കാൻ അച്ഛൻ പറഞ്ഞു 3 മൊഡ്യൂളേ ഉള്ളൂ. കുറച്ച് പേടിയും എല്ലാം കൊണ്ടും വിസയ്ക്ക് വെച്ചു. മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. വിസയ്ക്ക് വെച്ചപ്പോൾ വിസ കിട്ടി. അപ്പോൾ വിസ കിട്ടിയപ്പം ജർമ്മൻകാരടുത്ത് പറഞ്ഞു, വിസയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പം ജർമ്മൻകാർ പറയുന്നു, എനിക്ക് 3 മൊഡ്യൂളേ ഉള്ളൂ, 4 മൊഡ്യൂൾ വെച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ, നഴ്സിങ്ങിന് അവിടെ പഠിക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. ഒരുപാട് പ്രാർത്ഥിച്ചു. അമ്മ മാതാവ് ഇത്രയും അടുത്ത് വരെ എത്തിച്ചിട്ട് എല്ലാം എടുത്തുകൊണ്ട് പോവുകയാണോ എന്നൊക്കെ തോന്നിപ്പോയി. പക്ഷേ വീണ്ടും അമ്മ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ജർമ്മൻ പഠിക്കുന്നവരായാലും OET പഠിക്കുന്നവരാണെങ്കിലും അവർക്കറിയാം അതിൻ്റെ വിഷമം എന്താണെന്ന്. നാട്ടുകാരുടെ ചോദ്യം, വീട്ടുകാരുടെ വിഷമം എല്ലാം നമ്മളിങ്ങനെ കാണും. അങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു ദിവസം പോലും കരയാത്ത ദിവസങ്ങളില്ല. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവർക്ക് എല്ലാവർക്കും മനസ്സിലാവും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവും ജർമ്മൻ പഠിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താണ്. അങ്ങനെ അമ്മ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. അവർ എനിക്ക് ഓഗസ്റ്റ് 25-ന് എനിക്ക് ടിക്കറ്റ് അവിടെ നിന്ന് അയച്ചു തന്നു. ബാക്കി എൻ്റെ കൂടെ പോകുന്നവർക്ക് എല്ലാവർക്കും 4 മൊഡ്യൂളാണ്. എനിക്ക് മാത്രമേ ഉള്ളൂ 3 മൊഡ്യൂൾ വെച്ച് ഞാൻ പോകുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എൻ്റെ മെറിറ്റ് കൊണ്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഈ അൾത്താരയിൽ ഇവിടെ ഫ്രണ്ടിൽ നിൽക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അമ്മയുടെ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നതെന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്നിവിടെ നിൽക്കുമ്പം അമ്മ മാതാവ് തന്ന അനുഗ്രഹം കൊണ്ടും അമ്മ മാതാവ് എന്ന കൃപ കൊണ്ടും മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജർമ്മൻ പഠിക്കുന്നവരാണെങ്കിലും OET പഠിക്കുന്നവരാണെങ്കിലും ഇവിടെ വന്നിട്ടുള്ള ആരും വിഷമത്തോടെ പോകേണ്ടി വരില്ല. ഇവിടെ വന്ന് അമ്മ മാതാവിനോട് നിങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അമ്മ മാതാവിനെ തൊട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും, അനുഗ്രഹങ്ങളെല്ലാം കിട്ടും. എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് ആ സാക്ഷ്യം പറയാൻ പറ്റും. അടുത്ത മാസം ഞാൻ 18-ാം തീയതി ജർമ്മനിലേക്ക് പോവുകയാണ്. എന്നെ അവിടെ നേരിടുന്നത് എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അമ്മ മാതാവിൻ്റെ കൂടെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്നതിൽ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് മുതലുള്ള പത്രങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്. കാരുണ്യ പ്രവൃത്തി ഞാൻ 3 മൊഡ്യൂൾ കിട്ടിയപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാൻ കയറിയായിരുന്നു. അവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നുണ്ടായിരുന്നു.
രോഗികളെ പോയി കാണുകയും അവർക്ക് ഉടമ്പടി തൈലം എടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ചൊവ്വാഴ്ചകളും ഉടമ്പടി ധ്യാനം ഞാൻ അച്ഛൻ്റെ ടോക്കും കേൾക്കുമായിരുന്നു. ജെർമിയ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 3-ാം തിരുവചനം. ഇസ്രയേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ മാർഗങ്ങളും പ്രവർത്തികളും നേരെയാക്കുവിൻ, എങ്കിൽ ഈ സ്ഥലത്ത് വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും. യേശുവിൽ പ്രിയമുള്ളവരെ, ബ്ലസ്സി ബാബു കൊല്ലത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പറയുന്നത്. ഉടമ്പടി എടുത്താൽ പോരാ, പ്രതിഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളായി മാറണമെന്ന് ഉടമ്പടി ജീവിതത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. നമ്മൾക്കങ്ങനെ ആകണമെങ്കിൽ ബ്ലസ്സി പറയുന്നത് പോലെ ഉടമ്പടി ജീവിതം നല്ലതാക്കണം. വിശ്വാസത്തിലും വിശുദ്ധിയിലും ഹൃദയശുദ്ധിയോടുകൂടി സത്യസന്ധമായി കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അമ്മ മാതാവ് തന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാനുള്ള വഴിയൊരുക്കലും ആ മോള് ചെയ്യുകയാണ്. ഉടമ്പടി ജീവിതം ഇതാണ്. ഉടമ്പടിയിൽ കറക്റ്റായിട്ട് നിന്നാൽ പരിശുദ്ധം ഒരിക്കലും കൈവിടില്ല. കണ്ണുനീരോടുകൂടി ചോദിക്കുന്നത് സന്തോഷത്തോടുകൂടി മാതാവ് തരും. ഈ അമ്മ മോൾക്ക് കൊടുത്തത് അവളുടെ മെരിറ്റ് കൊണ്ടല്ല കിട്ടിയത്. നോട്ട് ബൈ മെരിറ്റ്, വൺ ബൈ ഗ്രേസ്. അമ്മ മാതാവ് മാത്രമാണ് അവൾക്കുണ്ടായിരുന്നത്. അവൾ കുടുകുടാ കരച്ചിലായിരുന്നു ഈ സാക്ഷ്യം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോൾ. അവളുടെ കണ്ണ് നിറയുകയാണ്. മാതാവ് ഇത്രയും വലിയ അത്ഭുതം ചെയ്യുമോ എന്നാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. അമ്മ കൊടുത്ത വലിയ കൃപയാണ് ആ മോൾക്ക്. 3 മെഡൂളുണ്ടെങ്കിൽ 4 മെഡൂളുണ്ടെങ്കിലേ കയറിപ്പോകാൻ പറ്റുള്ളൂ. എന്നാൽ ആ മോൾക്ക് 3 മെഡൂളോടുകൂടി തന്നെ അമ്മ മാതാവ് അവിടെ ജർമ്മനിലേക്ക് കൊണ്ടുപോകുകയാണ്. അക്രൈസ്തവരായ ഒരു കുട്ടി ഉടമ്പടി എടുത്ത് അതിൽ ജീവിക്കുന്നത് കണ്ടപ്പോഴാണ് ബ്ലസ്സിക്ക് തോന്നിയത്, എനിക്കെന്തുകൊണ്ട് ഇതിങ്ങനെയാകാൻ പാടില്ല, എന്തുകൊണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ പാടില്ല എന്ന് തോന്നി ആ മോള് ചെയ്തത്. പരിശുദ്ധം ഒരിക്കലും കൈവിടില്ലെന്ന് നമ്മൾക്ക് മനസ്സിലായി. സത്യമാണ്. ജീവനുള്ള അമ്മ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ അടുത്ത് വന്ന് കണ്ണുനീരിടുന്നവരെ ഒരിക്കലും കൈവിടില്ലെന്ന് വലിയ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ശാന്തമായിരുന്നാൽ മതി, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും. പരിശുദ്ധമ്മ ഈ മോൾക്ക് കൊടുത്ത വലിയ കൃപയ്ക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.